അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ എബി ബിനോയിയാണ്. ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് കർത്താവിന്റെ ദാസി നമ്മോടൊപ്പം സംസാരിക്കുന്നു. കാൻസർ രോഗത്താൽ താൻ കടന്നുപോയതായ അതിദാരുണമായ ചില അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, മറന്നു പോകരുത്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്, സംബന്ധിക്കാവുന്നതാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ എബി ബിനോയിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളും. സ്തോത്രം. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ അരോമ ടിവിയിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയേൽ പാസ്റ്റർക്കും എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ വത്സമാമയ്ക്കും പ്രത്യേകം നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സ്, എൻ്റെ പേര് എബി എന്നാണ്. ഒരു ഓർത്തഡോക്സ് കുടുംബത്തില് ജനിച്ച് വളർത്തപ്പെടുവാൻ ഭാഗ്യമുണ്ടായി. എനിക്ക് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങൾ 3 മക്കളാണ്. 3 പേരും കർത്താവിന്റെ പേരിൽ വിവിധ ഇടങ്ങളിലായിരിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സാവകാശം ഒരുക്കി. എൻ്റെ ബാല്യകാലത്തിൽ തന്നെ എന്നെയും കൊണ്ട് എൻ്റെ പിതാവ് കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ ചെയ്യുവാൻ കൊണ്ടിടയായി തീർന്നു. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തരുന്നു. അതിനുശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കൊണ്ടിടയായി തീർന്നു. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നാളുകളിൽ ദൈവശബ്ദം കേൾക്കുവാൻ കൊണ്ടിടയായി തീർന്നു. വിദ്യാഭ്യാസാനന്തരം കർത്താവ് എനിക്ക് ഒരു ചെറിയ ജോലി തരുവാൻ കൊണ്ടിടയായി തീർന്നു. ആ ജോലിയോടനുബന്ധിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവദാസനുമായുള്ള വിവാഹം നടക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. അങ്ങനെ 98 മാർച്ച് 2-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ജൂൺ 11-ാം തീയതി സഭാചാർജിന് വേണ്ടി 98-ൽ തന്നെ തൊടുവക്കാട് എന്ന പ്രദേശത്ത് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ കടന്നു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം തരുവാൻ കൊണ്ടിടയായി തീർന്നു. അങ്ങനെ വിവിധ സഭകളിലെ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് ഈ 27 വർഷക്കാലമായിരിക്കുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. ആദ്യകാലങ്ങളിൽ ഒത്തിരി കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന നാളുകളിലും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം തന്നു. ഒന്നുകൊണ്ടും പതറിപ്പോകുവാനോ ഭാരപ്പെടുവാനോ ദൈവം ഇടയാക്കാതെ വേണം വിളിച്ച ദൈവം വിശ്വസനീയൻ എണ്ണുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തില് സാവകാശം നൽകി തന്നു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി തന്നു. 2 കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ തന്നെ വളർന്നു വരുവാനും അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. മൂത്ത പൈതന്റെ വിവാഹപ്രായം എത്തിയ സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രകാരം തന്നെ ഒരു മോനെ ദൈവം ഞങ്ങൾക്ക് തരുവാൻ കൊണ്ടിടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് തന്നെ എന്റെ മൂത്ത പൈതലെ വിവാഹം കഴിച്ചയക്കുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. ഇളയ പൈതല് BSc നഴ്സിംഗിനുള്ള ബന്ധത്തില് അവളും ഈ വർഷം പഠനത്തിന് വേണ്ടി കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയ നാളുകളില് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹല്ലേലൂയ ദിവസത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ഒത്തിരി കഷ്ടവും ഭാരവും പ്രയാസവും പട്ടിണിയും ഒക്കെ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും കുഞ്ഞിനെയും കൊണ്ട് ഒരു നേരത്തേക്ക് ആഹാരം പോലും കൊടുക്കുവാൻ കഴിവില്ലാതിരുന്ന ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാലും പിടിച്ച വിശ്വാസത്തിന് വേണ്ടി മുറുകെ നിന്നുകൊണ്ട് അതിനെ പിൻപറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി തന്നു. കുഞ്ഞ് വിശന്ന് കരയുമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങള് വീടുകളിൽ ട്രാക്ട് കൊടുക്കാൻ കയറുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാല് അവൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ കർത്താവ് ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കുകയായിരുന്നു. നല്ല യൗവനത്തിൽ തന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വിളിയുള്ള ബന്ധത്തില് ആ ഉറപ്പിലും ധൈര്യത്തിലും നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. വാഹനമില്ലാതെ വേണം മൈലുകളോളം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നടന്നതായ ദിവസങ്ങളുണ്ട്. ആ സമയത്തൊക്കെ സ്വർഗത്തിലെ ദൈവത്തിന് അത്ഭുതകാരം
ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം എന്ന് പറയുവാൻ അത്ഭുതം മാത്രമാണ് ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ഒരിക്കലും മറന്നു കളയുവാൻ കഴിയുകയില്ല. എത്ര വർണ്ണിച്ചാലും മതിവരാത്ത ദിനങ്ങളാ ആ ദിവസങ്ങളിലൊക്കെ. നല്ല യൗവനത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് പുറകോട്ട് പോകുമെന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങൾ വന്നപ്പോഴും വിളിച്ച ദൈവം വിശ്വസ്തനെ നെണ്ടിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. തുടർന്ന് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തില് തൊടുവക്കാട്, മങ്ങാട്, കൈതപ്പറമ്പ്, കൊളക്കട, അടൂര് എന്നീ സ്ഥലങ്ങളില് ശുശ്രൂഷകളുടെ ബന്ധത്തിലായിരിക്കാൻ ദൈവം സാവകാശം ഒരുക്കി. അതിനുശേഷമാണ് ഞങ്ങൾ കടമ്പനാട്ടേക്ക് കടന്നു വരുവാൻ തൊക്കെ ഇടയായി തീർന്നത്. 2015 മുതൽ 2020 വരെയുള്ള കാലയളവില് അടൂരിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത്തിന്റെയും പ്രയാസത്തിന്റെയും നാളുകൾ കടന്നു വരുവാൻ തൊക്കെ ഇടയായി തീർന്നു. അതിനു മുമ്പട്ടെ എനിക്കൊരു ദർശനം തരുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ കയറുന്നതും എന്തെന്നറിയാൻ വയ്യാത്തൊരു ഭാരത്തിൽ കൂടി കടന്നു പോകുന്നതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ 21 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താ കർത്താവേ, ഇനി ഒരു കഷ്ടവും പ്രയാസവും എന്താണെന്ന് അറിയത്തില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെ പറയും, കർത്താവ് നല്ല സാക്ഷ്യം തരണം. ഇങ്ങനെ ഒരു സാക്ഷി പറയുവാനാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ഒരു കത്തി വെച്ചിട്ടില്ല. കുഞ്ഞുങ്ങളുടെ ഡെലിവറി ആണെങ്കിലും നോർമൽ ഡെലിവറി തന്നെയായിരുന്നു. എന്നാൽ കഷ്ടത്തിന്റെയും ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും നാളുകൾ കടന്നു വന്നതുപോലെ 2017 എനിക്ക് അസഹ്യമായ പുറത്തു വിലക്കം വീഴുകയും എന്തെന്നാൽ അറിയാൻ വയ്യാത്ത ഒരു വേദനയാൽ ഒന്ന് ശ്വാസം പോലും വിടാൻ കഴിയാതെ വണ്ണം ഞാൻ ഭാരപ്പെട്ട നാളുകളായിരുന്നു. എന്തെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടി തന്നെ ആലയത്തിലായിരുന്നു. പാഴ്സനേജിലാണല്ലോ താമസിക്കുന്നത്. എന്നാൽ രാവിലെ സമയം തന്നെ ആലയത്തിലേക്ക് ഇറങ്ങി വന്ന് മുഴങ്കാലും അടക്കുന്ന ഒരു സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എത്ര സമയമില്ലെങ്കിലും ദൈവസനയില് ഏത് വിഷയം കിട്ടിയാലും പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ പതിവ് തെറ്റിക്കാതെ ദൈവസനയിൽ ഇറങ്ങി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ഓരോ ദർശനങ്ങൾ കാണിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. അപ്പോഴും അറിയത്തില്ല ഇങ്ങനെ ഒരു രോഗത്തിൽ കൂടി ഞാൻ കടന്നു പോകുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. ഒരു ആഹാരം കഴിക്കുവാനോ ഒന്ന് കിടക്കുവാനോ വേണ്ടുമണോ ഒന്ന് നിൽക്കുവാനോ കഴിയാൻ വയ്യാത്ത അവസ്ഥ. അപ്പൊ എന്റെ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അങ്ങനെ കടന്നു പോകാമെന്ന്. ആ ഡിസംബർ 17 ആണ്ട് ഡിസംബറിൽ കഴിഞ്ഞു. 18 ജനുവരി ആയപ്പോൾ ഞങ്ങൾ 8-ാം തീയതി എന്ന ഒരു ഡോക്ടറെ കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ബിലിവേഴ്സിലേക്ക് കടന്നു പോകാൻ തൊക്കെ ഇടയായി തീർന്നു. ബിലിവേഴ്സില് ഫസ്റ്റ് ഇതിൽ തന്നെ ഡോക്ടറെ കാണുവാൻ ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് പറയുന്നത് എനിക്ക് ക്യാൻസർ ആണെന്നാണ്. ആ സമയം ഞാൻ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഞാൻ ഡോക്ടറോട് ഇപ്രകാരം പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. എന്നെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഡോക്ടർ എൻ്റെ മുഖത്തോട്ടൊന്ന് ദയനീയമായിട്ടൊന്ന് നോക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു അസുഖമില്ല, എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയതാ. ഒത്തിരി വിടുതൽ ഞാൻ കണ്ടവളാ. നേരത്തെ ഇതുപോലെ എൻ്റെ കയ്യിൽ ഒരു മുഴ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ദൈവം എനിക്കത് മാറ്റി തന്നെയാണെന്നും പറഞ്ഞ് ഞാൻ അറിയാതെ തന്നെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോകുവാൻ തൊക്കെ ഇടയായി തീർന്നു. ആ പ്രാരംഭ നിമിഷം തന്നെ ആ വെളിയിലേക്ക് എൻ്റെ കൂടെ വന്ന സഹോദരങ്ങളും എൻ്റെ കർത്താവിന്റെ ദാസനും കൂടെ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഡോക്ടറുമായിട്ട് സംസാരിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഡോക്ടർ സംസാരിച്ചപ്പോൾ വീണ്ടും ഒരു നിർദ്ദേശം പറഞ്ഞത്, നമുക്ക് ഇതൊന്ന് ബയോപ്സിക്ക് വിടാം, അപ്പോ എന്തുവാണെന്ന് അറിയാൻ പറ്റുമെന്ന്. എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൂരത്തും ചാരത്തുമായി അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഇന്ന് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുവെങ്കിലും ഒരു ഭ്രാന്തിയായി പോകുമോ എന്ന് പോലും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ സഹോദരങ്ങളും ഒക്കെ ചിന്തിച്ചതായ നിമിഷങ്ങളുണ്ട്. ആ സമയത്തും ഞാനൊരു ഹോസ്പിറ്റലിൽ കടന്നു പോയിട്ടുള്ള വ്യക്തിയല്ല. ആ ഡോക്ടറുടെ മുറിയിൽ നിന്ന് എന്തെനിക്ക് പറയണോന്നറിയില്ല, ഞാനല്ലാത്ത വിധത്തിൽ അങ്ങ് ആയിത്തീരുവാൻ തൊക്കെ ഇടയായി തീർന്നു. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. വീണ്ടും എന്നെ ആ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ലാസ്റ്റിൽ അവരിങ്ങനെ ഒരു നിർദ്ദേശം വെക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. നമുക്കത് ബയോപ്സിക്ക് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുവാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. എന്നാൽ ആ ബയോപ്സിക്ക് വേണ്ടി പിറ്റേ ആഴ്ച വീണ്ടും എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടും സ്വസ്ഥതയില്ലാത്ത ദിനങ്ങളാ. ആരാധനയ്ക്കൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എന്റെ മനസ്സ് പതറുകയാണ്. 2 പെൺകുഞ്ഞുങ്ങള്, പിതാവ്, കർത്താവിന്റെ ദാസന് പാഴ്സനേജിലെ ജീവിതമാണല്ലോ. എന്നാൽ ദൈവമക്കളൊക്കെയും എൻ്റെ കൂടെ നിന്ന് മുഴങ്കാലും അടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു.
ഡോക്ടറെ വീണ്ടും കാണുവാൻ വന്നിട്ട് ഡോക്ടർ ഒരു ഡേറ്റ് തരുവാൻ ഇടയായി തീർന്നു. ആ ബയോപ്സിക്ക് എടുക്കാൻ വേണ്ടി അവര് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ ആദ്യം ഒന്ന് കുത്തിയെടുത്തു. അസഹ്യമായ വേദനയാണ്. ഓരോ പ്രാവശ്യവും കുത്തിയെടുത്തു കഴിയുമ്പോൾ, മരവിപ്പിക്കാതെ തന്നെ എടുക്കുമ്പോൾ തന്നെയുള്ള വേദന ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഉണ്ടായിരുന്ന 3 പ്രാവശ്യവും ബയോപ്സിക്ക് വേണ്ടി കുത്തിയെടുത്തെങ്കിലും അതിനകത്തൊന്നും തെളിഞ്ഞില്ല. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്റെ കർത്താവിന്റെ കരമാണ് അതിൽ ചലിച്ചതെന്ന് എനിക്ക് അന്ന് മനസ്സിലാക്കുമെന്ന്. അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പോഴും ഡോക്ടർ പറയുന്നത് എനിക്ക് കീമോ എടുക്കണമെന്നാണ്. അപ്പോഴും ഞാൻ കീമോ എടുക്കണമെങ്കിൽ ഞാൻ ഡോക്ടറോട് അന്നേരം തന്നെ ചോദിക്കുന്നുണ്ട്, എന്റെ മുടിയെല്ലാം പൊഴിയത്തില്ലേ? ഞാനൊരു വികൃത രൂപമായിട്ട് എന്റെ കുഞ്ഞുങ്ങളുടെ ഒരു പാഴ്സനേജില് നല്ല യൗവനത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് മറ്റുള്ള റൂമിൽ ഒരു ചോദ്യചിഹ്നമായി എന്തുകൊണ്ട് ഇങ്ങനെ വന്നൊരു ചോദ്യചിഹ്നമായി തീരുമോന്ന് പോലും ഭാരപ്പെട്ട നാളുകളുണ്ട്. ഉറക്കമില്ലാത്ത ദിനങ്ങളാ, ആരോടും ഒന്നും പറയാൻ വയ്യാതവണ്ണം ഭാരപ്പെട്ട നാളുകളും ഉറക്കമില്ലാത്ത ദിനങ്ങളും കടന്നുപോയി. ജനുവരി 8-ാം തീയതി കഴിഞ്ഞു. വീണ്ടും ഡോക്ടർ ഈ 3 പ്രാവശ്യവും ബയോപ്സിക്കിന് വേണ്ടി കുത്തിയെടുത്തിട്ടും അതിനകത്ത് തെളിയാത്തത് കൊണ്ട് ഡോക്ടർ പിന്നെ ഒരു നിർദ്ദേശം വെച്ചു, നമുക്കൊരു ഓപ്പറേഷന് വേണ്ടി തന്നെ വിധേയമാകാമെന്ന്. അങ്ങനെ ഫെബ്രുവരി 14-ാം തീയതി ഡോക്ടർ വീണ്ടും നിർദ്ദേശിച്ചു, ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിച്ചു. എന്നാൽ ഓപ്പറേഷന് പോകുന്നതിന് മുമ്പിട്ട് തന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അറുക്കാൻ കൊണ്ടുവന്നൊരു കുഞ്ഞാടിനെ പോലെ ഞാൻ കർത്താവിന്റെ ദാസന്റെ കൂടെ എന്റെ സഹോദരങ്ങളുടെ കൂടെ എന്നെയും കൊണ്ട് അവർ കടന്നു പോകും. ഞാൻ ആരോടും മിണ്ടുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എന്തായി തീരും എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസരത്തിൽ ആ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ആരെനിക്ക് വേണ്ടി പ്രവർത്തിക്കും, ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്നൊക്കെയുള്ള ചിന്തയുണ്ട്. ഞാൻ ഇങ്ങനെ ദൈവത്തോട് എപ്പോഴും പറയും, കർത്താവേ ഒത്തിരി അത്ഭുതം ഞാൻ കണ്ടുവരാം. മറ്റുള്ളവരോട് ഞാൻ പറയും കരുതുന്ന ദൈവത്തെക്കുറിച്ച്, വിടിവിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ മറ്റുള്ളവരോട് പറയും. എന്നാൽ എന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞാൻ എങ്ങനെ ഇത് സഹിക്കും, എങ്ങനെ ഇതിനെ ഞാൻ തരണം ചെയ്യുമെന്ന് ചിന്തിച്ച് ഓപ്പറേഷന് വേണ്ടി ആ ഫെബ്രുവരി 13-ാം തീയതി ഞാൻ അഡ്മിറ്റ് ആവുകയാണ്. 12-ാം തീയതി രാത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ്. ആ 13-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് പ്രഷർ എല്ലാം കുറഞ്ഞ് ഓപ്പറേഷൻ നടക്കുമോന്ന് പോലും വിചാരിച്ചില്ല. വല്ലാതെ ഭാരപ്പെട്ട്. എന്നാൽ അവിടെ എവിടെയായി എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ അവിടെ എവിടെയായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് ഒന്നുകൂടെ അനുഭവിച്ചറിയുവാൻ ആ രാത്രിയിൽ ഉറക്കമില്ലാതെ വണ്ണം ദൈവസേനയിൽ നിലവിളിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്തോ ആയി തീരുമെന്നുള്ള ഭാരത്തോട് പ്രയാസത്തോടുകൂടെ തന്നെ ആ രാത്രി നേരം വെളുപ്പിക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. 14-ാം തീയതി എന്റെ കൂടെ തന്നെ 35 പേരുണ്ട് ഓപ്പറേഷന് വേണ്ടി. എല്ലാവരും ക്യാൻസർ രോഗികളാ. ആ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ സ്വർഗത്ത് പോകുന്നത് പോലുള്ള വേദനയും ഭീതിയും ഒക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. എനിക്കിനി എന്തായി തീരും? ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ, ഈ ബയോപ്സിക്ക് വിട്ട് കഴിയുമ്പോൾ, അതിന്റെ റിസൾട്ട് വരുമ്പോൾ എസ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങളും മരുന്നുകളും കീമോയും റേഡിയേഷനും എല്ലാം എടുത്ത് ഞാൻ എങ്ങനെയായി തീരും, ഞാൻ ഇതിനെ എങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അവിടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ സമയം തന്നെ ഓപ്പറേഷന് വേണ്ടി, ഫസ്റ്റിലത്തെ ഓപ്പറേഷന് വേണ്ടി തന്നെ എന്നെ വിധേയമാക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നു. ഡോക്ടർക്ക് പോലും അത്ഭുതമായിരുന്നു. എങ്ങനെയായി തീരും, പ്രഷറൊക്കെ കുറഞ്ഞ അവസരത്തിൽ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്നൊക്കെ അവരും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ ദാസനും പ്രിയപ്പെട്ടവരും ഒക്കെയും വെളിയിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ 34 പേഷ്യൻസിനെ കയ്യില് മുമ്പേ തന്നെ ഞാൻ എഴുന്നേൽക്കുവാനും എന്റേതായ ബോധം തെളിയുവാനും ഒക്കെ സ്വർഗത്തിൽ ദൈവം സാവകാശം ഒരുക്കി. അതെന്റെ മിടുക്കവും എന്റെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല, എന്റെ ദൈവത്തിൻ്റെതായ കരുതലും ആ കരുണയും സ്നേഹവും ഒന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. മരണവാശങ്ങൾ ചുറ്റിയപ്പോൾ, പാതാള വേദനകൾ പിടിച്ചപ്പോൾ, ഞാൻ കഷ്ടവും സങ്കടം അനുഭവിച്ചപ്പോൾ, അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമെന്ന് നിലവിളിച്ച ദിനരാത്രങ്ങളുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കറിയില്ല, കർത്താവിന്റെ ദാസനോടൊക്കെയും ഡോക്ടർ പറഞ്ഞു, ആ ഓപ്പറേഷൻ ചെയ്ത ബ്രസ്റ്റിലെ ഒരു ഭാഗം നീക്കം ചെയ്തിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ഞാൻ എടുക്കുമെന്ന് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. ആ എടുത്ത ഭാഗത്തുനിന്ന് അവര് അത് പരിശോധിച്ചപ്പോൾ 85% കരിഞ്ഞതായിരുന്നു, കരിഞ്ഞ കോശങ്ങളായിരുന്നു. 15% മാത്രമേ ജീവനുള്ള കോശങ്ങൾ ഉള്ളായിരുന്നു. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഇതിന്റെ പിന്നിൽ എന്തുവാണെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, യേശു രക്തം കൊണ്ട് ഉരുക്കേണ്ടതെല്ലാം ഉരുക്കണമേ എന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ എന്റെ ശരീരത്തിൽ കൈവച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എപ്പോ മുഴങ്കാലം അടക്കിയാലും ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നത്, ഒരു അത്ഭുതം നടക്കണം. ആ ഡോക്ടേഴ്സിന്, എന്നെ പരിശോധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു അത്ഭുതമായി തീരണം. അപ്പോൾ എടുത്ത കോശങ്ങൾ
കോശങ്ങളില് 85% കരിഞ്ഞതായോണ്ട് അവർക്ക് തന്നെ അതിശയമായി തീരുവാൻ കൊണ്ടമിടയായി തീർന്നു. എന്നാൽ 15 കോശങ്ങൾ ജീവനുള്ളതായതുകൊണ്ട് അത്രയും ഭാഗം ഇതുള്ളതായതുകൊണ്ട് അവർ വീണ്ടും ഒരു ലെയറും കൂടി എടുക്കുകയും എന്റെ കക്ഷത്തെ ഗ്ലാൻഡുകളൊക്കെ എടുക്കുവാൻ കൊണ്ടമിടയായി തീർന്നു. ഓപ്പറേഷൻ ചെയ്ത വ്യക്തികൾക്ക് അറിയാൻ പറ്റും, കൈ അനങ്ങാൻ പറ്റത്തില്ല, ഒന്ന് ചലിക്കുവാൻ പോലും പറ്റാത്ത അവസരത്തില് കൂടിയാണ് ഞാൻ കടന്നുപോയത്. ഡ്രെയിനേജ് ട്യൂബ് ഇട്ടേക്കുകയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ളതായ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടി. എന്നാൽ ഒന്ന് ചലിക്കണമെങ്കിലോ ഒന്ന് എഴുന്നേറ്റിരിക്കണമെങ്കിലോ ഒരാളുടെ സഹായം വേണം. വലതുവശമാണല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്റെ കൂടെ ഓപ്പറേഷൻ ചെയ്തവരെക്കാളൊക്കെ മുമ്പേ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇടയായി തീരുവാനൊക്കെ ഇടയായി തീർന്നു. അത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാ. എന്റെ മിടുക്കോ എന്റെ പുണ്യപ്രവൃത്തിയോ ഒന്നുമല്ല, എന്റെ കർത്താവിന്റെ ദയം കരുണ ഒന്ന് മാത്രമാ. ഞാൻ എന്റെ അപ്പനോട് ഇപ്രകാരം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അപ്പാ ഞാൻ നല്ല യൗവനത്തിൽ അതിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത്. നീ അത് മാത്രം ഒന്ന് ഓർക്കണം. എന്റെ പെൺകുഞ്ഞുങ്ങൾ ആലയത്തിലായിരിക്കുന്നു. അവരുടെ ചെറുപ്രായം അവരെ നോക്കേണ്ടത് ആവശ്യമാണ്. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങള് എന്തായി തീരുമെന്ന് ചിന്തിച്ച് വീണ്ടും ഇങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ തന്നെ അസഹ്യമായ വേദന മുഖേനെ വല്ലാതെ ഭാരപ്പെട്ട് ഇനി ബയോപ്സിക്കിന്റെ റിസൾട്ട് വരുമ്പോൾ എന്തായി തീരുമെന്ന് ഞാൻ ഭാരപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് ആരാധിക്കാനോ പാടുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിവില്ലാതെ ഇരിക്കുന്ന അവസരം ഉറക്കമില്ലാത്ത രാത്രികള് എന്നോടൊപ്പം എന്റെ കർത്താവിന്റെ ദാസന് കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരൊക്കെ എന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ ഒന്ന് ഉറങ്ങാൻ വേണ്ടി. എനിക്ക് ഉറക്കം വരികയില്ല. വേദനയേക്കായി കൂടുതലാ മാനസികമായിട്ട് മനസ്സിനെ തളർത്തുന്ന വേദന. എന്തായി തീരും, മുടി കൊഴിയുമോ, ഇനി നാളെ എന്താ ഞാൻ മറ്റുള്ളവരോട് പറയേണ്ടത്, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചിട്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യചിഹ്നം പോലെ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നിട്ട് ഒരു പാട്ട് എനിക്ക് തരുവാൻ തൊക്കൊണ്ടിയായി തീർന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ എന്നുള്ള പാട്ടുപാടി ഞാൻ ദൈവത്തെ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഞാൻ അറിയാതെ വണ്ണം ആരാധിക്കുവാൻ ഇടയായി തീർന്നു. പുറത്തോട്ട് ശബ്ദം വരുന്നില്ലെങ്കിലും എനിക്ക് നല്ലവണ്ണം അത് അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ആ സൺഡേയില് ജനുവരി 8-ാം തീയതി ഓപ്പറേഷൻ നിശ്ചയിച്ചു. 14-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ 5 ദിവസം കഴിഞ്ഞ് പാഴ്സനേജിലേക്ക് മടങ്ങി വരുവാൻ ഇടയായി തീർന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു പ്രാർത്ഥനയുടെ ഫലവും ദൈവമക്കളുടെ ആ സഹകരണവും സ്നേഹവും കൊണ്ട് മാത്രമാണ്. ഞാൻ വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ അവരെന്നെ അവിടെ കൊണ്ടിരുത്തുന്നത്. ഇനി ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ എന്തായി തീരുമെന്നുള്ള ആകുലതയോട് ഞാൻ ഇരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ഈ മുറിവുകളുമായിട്ട് ഡ്രെയിനേജ് ട്യൂബ് എടുക്കുകയൊക്കെ വേണമല്ലോ, അതിനുവേണ്ടി കടന്നു പോകുമ്പോൾ ഡോക്ടർ ബയോപ്സിന്റെ റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു ഇത് ക്യാൻസർ ആണ്. എടുത്തതായ മൊഴിയില് ക്യാൻസറിന്റെ അംശമുണ്ട്, അതുകൊണ്ട് ആ നീക്കം ചെയ്ത ഭാഗത്ത് നമുക്ക് റേഡിയേഷൻ ചെയ്യണമെന്ന്. അപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലെന്നും പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് നിന്റെ സന്നിധിയിൽ വന്നതാ. എന്റെ തലയിൽ ഒരു മുടി കൊഴിയുവാനോ ഞാൻ അവരോടൊന്നും പറയുന്നില്ല എങ്കിലും എന്റെ മനസ്സിലെ ചിന്തയാണ് എന്റെ തലയിൽ ഒരു മുടി കൊഴിയരുത്. ഞാൻ പൂർണ്ണ ആരോഗ്യത്തോട് ബലത്തോട് ഇരുന്ന് കർത്താവ് തരുന്ന ആയുസ്സും ആരോഗ്യവും ഒരു രോഗിയായിട്ട് ഞാൻ പാഴ്സനേജിൽ പാർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് എന്റെ അപ്പനോട് പറയുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. അപ്പോഴും ഞാൻ അപ്പനോട് പറയുക, ഇസ്ക്യാവ് പറയുന്നത് പോലെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി നടന്നത്, നിന്റെ സന്നിധിയില് ഉപസിച്ചത്, കരഞ്ഞത്, ദൈവത്തിന് വേണ്ടി ട്രാക്ട് കൊടുത്തതൊക്കെ നീ ഒന്ന് ഓർക്കണം. നല്ല യൗവനത്തിലപ്പാ ഞാൻ ഇറങ്ങി തിരിച്ചതാ. എന്റെ വേദനയുടെ ആഴം അത്രമാത്രം ഉണ്ടായിരുന്നു. എന്ത് സംഭവിക്കാം, ഏതും വരാമെന്നുള്ള നിലവാരത്തിലേക്ക് ഈ റേഡിയേഷനൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭാരപ്പെടുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അവിടെയും നല്ല ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുവാൻ തൊക്കണം ഇടയായി തീർന്നു. എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ആ നാളുകളിലെ പലതരത്തിലുള്ള പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ഒരു ദിവസം പോലും ഉറക്കമില്ല. ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ മനുഷ്യന്റെ കാര്യം നമുക്കറിയാമല്ലോ. ഞാൻ എന്തോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കുക, ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലേലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. ഇനി ഡോക്ടർ ഈ റേഡിയേഷൻ വേണമെന്ന് പറയുവാൻ തൊക്കണം ഇടയായിത്തീർന്നല്ലോ. ഡോക്ടർ 30 റേഡിയേഷനാ കുറിക്കുവാൻ തൊക്കണം ഇടയായിത്തീർന്നത്. അന്ന് ബിലിവേഴ്സില് റേഡിയേഷൻ ഇല്ല. ആ സമയത്ത് 2018 അതിനവര് പരിമലയിലേക്ക് അതിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി അയക്കുവാൻ തൊക്കണം ഇടയായിത്തീർന്നത്.
ഈ മുറിവ് കരിയാതെ തന്നെ ഈ റേനേജ് ട്യൂബ് ഇട്ടേക്കുമായിരുന്നല്ലോ, ഈ ഇതിനകത്തു നിന്നുള്ള അഴുക്കും ഇതൊക്കെ പോകുവാന്. എന്നാൽ അവിടെയും ദൈവത്തിന്റെ കരവെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഡോക്ടർ പറയുന്നതിനേക്കാൾ മുമ്പേ തന്നെ ആ റേനേജ് ട്യൂബ് എടുക്കുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. എന്നാൽ വളരെ ഭാരത്തോട് വേദനയോടുകൂടെ തന്നെ ഞങ്ങള് പരുമലയിലേക്ക് തന്നെ ഡോക്ടറെ കാണുവാൻ വേണ്ടി കടന്നു പോകാൻ തൊക്കെ മുടിയായി തീർന്നു. RSS പോയിക്കൊണ്ടിരുന്ന ഒരു ആൻഡോ ബേബി എന്ന് പറഞ്ഞ ഡോക്ടറെ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ തൊക്കെ മുടിയായി തീർന്നു. ആ ഡോക്ടറിനെ ഒരു കൗൺസിലിംഗ് പോലൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ പറയുവാൻ തൊക്കെ മുടിയായി തീർന്നു. ഒരു പനി വരുന്നത് പോലെ ഉള്ളൂ. 5 ദിവസമാ റേഡിയേഷന്. ഓരോ ദിവസവും പോകുമ്പോൾ ഒരു കുഞ്ഞാടിനെ എങ്ങനെ കൊണ്ടുപോകുന്നു അതുപോലെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എന്നെ റേഡിയേഷന് വേണ്ടി കൊണ്ടുപോകുന്നത്. അത് ചെയ്തിട്ട് കടന്നു വരുമ്പോൾ വല്ലാത്തതായ അസഹ്യമായ ഒരു അസ്വസ്ഥതയും ക്ഷീണവും ഭാരവും ഒക്കെ അനുഭവപ്പെടുവാൻ തൊക്കെ ഇടയായി തീർന്നു. അപ്പോഴും എന്റെ മുറിവ് കരിഞ്ഞിട്ടില്ല. 21ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ഈ റേഡിയേഷന് വേണ്ടി ഞാൻ കടന്നു പോവുകയാണല്ലോ. മാംസമുള്ളതായ ഭാഗമായതുകൊണ്ട് ബ്രസ്റ്റില് നേർമയുള്ള ശരീരമാണല്ലോ. ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാൻ സാധിക്കുമല്ലോ. എന്നാൽ റേഡിയേഷൻ ആരംഭിച്ചു. ഡ്രെയിനേജ് ട്യൂബ് ഇട്ടെടുത്തുനിന്ന് വെള്ളവും പഴുപ്പും എടുക്കുവാൻ തൊക്കോണം ഇടയായി തീർന്നു. ഈ റേഡിയേഷൻ എടുക്കുമ്പോൾ ഓരോ വ്യക്തികൾക്ക് ഓരോ തരത്തില ഇതിൻ്റെതായ ഇത് ബാധിക്കുന്നത്. എന്നാൽ എന്റെ ശരീരത്തില് ഈ റേഡിയേഷൻ എടുത്തത് മുഖേന പപ്പടം പൊള്ളുന്നത് പോലെ ശരീരം ആ റേഡിയേഷൻ ചെയ്യുന്ന ഭാഗമെല്ലാം പൊള്ളി കുടരുവാൻ തൊക്കണം ഇടയായി തീർന്നു. ദൈവമക്കളോട് പറയാൻ, റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു മുറിക്കകത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് വേറെ ആരെയും ആ മുറിക്കകത്ത് കയറ്റുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാല് അൾട്രാവയലറ്റ് രശ്മി മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് അടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതിനകത്തോട്ട് ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറുന്നത് പോലെ ഞാൻ അതിനകത്ത് സ്തോത്രം പറഞ്ഞ ഓരോ ദിവസവും ആ ബെഡില് കിടക്കുവാൻ കൊണ്ടും ഇടയായിത്തീരും. ഒരു സ്പോട്ട് മാത്രമേ ഉള്ളെങ്കിൽ തന്നെയും ഹൃദയത്തിലെ വേദനയും മനസ്സിന്റെ വേദനയും ഭാരവും വലിയൊരു എന്തോ ഒരു ഭാരം പോലെയാണ് ഞാൻ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവിടെയൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് മാത്രമാണ്. അവിടെ ഓരോ രോഗികളും വന്നിരിക്കുമ്പോൾ ഞാൻ ഓരോ രോഗികളോട് ഇങ്ങനെ ചോദിക്കും, എന്നേക്കാൾ മുന്നേ കടന്നു വന്ന് റേഡിയേഷന് വേണ്ടി കടന്നു വന്നിരിക്കുന്നവരോട്. അപ്പോൾ അവര് പറയും, ഇന്നിന്ന തരത്തിലാ എനിക്ക് ഇതിൻ്റെതായ ഇത് വരുന്നത്, അതുകൊണ്ട് സാരമില്ല. ചിലവർക്ക് കൈക്ക് നീര് വരും, ചിലവർക്ക് പൊട്ടുവാൻ തൊക്കെ മുടിയായിത്തീരും, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ക്ഷീണം. ആ ഒരു വാർഡിൽ നിന്ന് പറഞ്ഞാൽ രോഗികൾ മാത്രമാണ്, റേഡിയേഷന് വേണ്ടി ക്യാൻസർ രോഗികൾ മാത്രമാണ് ഇങ്ങനെ നിരന്നിരിക്കുന്നത്. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ കരവും അഭിഷേകത്തിന്റെ ശക്തിയും എന്റെ മേലുള്ളത് കൊണ്ട് കർത്താവ് എനിക്ക് അവിടെയൊക്കെ ബലം തരുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഓരോ ദിവസവും ഒരു കുഞ്ഞാടിനെ പോലെ ഞാൻ ഇവരുടെ കൂടെ പോകുമ്പോൾ തന്നെ ആ മുറിക്കകത്ത് ഇവരെന്നെ കയറ്റിയിട്ട് അവരെല്ലാരും വെളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ സ്തോത്രം പറഞ്ഞ ആ മുറിക്കകത്തേക്ക് കയറുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വെളിയിൽ അവര് കമ്പ്യൂട്ടർ ഇതിനകത്ത് നോക്കി മാത്രമാണല്ലോ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇത് യേശുവിന്റെ രക്തം ഈ ഓരോ മെഷീനകത്തൂടെ പാസ് ചെയ്ത് വേണേ യേശുപ്പാ, എനിക്ക് സൗഖ്യം തരണമേന്ന് എപ്പോഴും ഞാൻ ഉരുവിട്ടോണ്ടാ യേശുവിന്റെ രക്തം മാത്രമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കും, ഒരു ദൈവ പൈതലാണോ, എവിടെ ആരാധനയ്ക്ക് പോകുന്നു? അപ്പൊ ഞാൻ പറയും, ഞാൻ ഇതുപോലൊരു ചർച്ചിലാ താമസിക്കുന്നതും, പാഴ്സനേജിലാ. കഴിഞ്ഞ നാളില് കർത്താവിനെ വിടുവിച്ചതാ. എന്നാൽ ഈ രോഗം എനിക്ക് മരണത്തിനായിട്ടല്ല, ഈ ദീനം എനിക്ക് മരണത്തിനായിട്ടല്ല, ഈ കർത്താവിന്റെ നാമം മഹത്വം എടുക്കാനാണെന്നൊക്കെ അവരോട് ഞാൻ പറയും. എന്നാൽ വീണ്ടും ഓരോ ദിവസവും റേഡിയേഷന് പോയിട്ട് വരുമ്പോൾ അതിന്റെ ക്ഷീണവും തളർച്ചയൊക്കെ കൊണ്ട് കിടക്കും. എന്നാൽ വീണ്ടും എനിക്ക് എന്റെ ഹൃദയത്തിലെ വേദന മുഖേന രാത്രിയില് ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ റേഡിയേഷൻ ചെയ്ത ഭാഗത്തെല്ലാം പൊള്ളി ഇളകിയിട്ട് അതിനകത്തൂടെ വെള്ളവും ദുർഗന്ധം വമിക്കുന്നത് പോലുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തൊക്കെ ഇടയായി തീർന്നു. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, എനിക്ക് നീ വേദന സഹിക്കാൻ വയ്യ, ദൈവത്തോട് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. ആ 21ാമത്തെ ദിവസം രാത്രിയില് ഓപ്പറേഷൻ കഴിഞ്ഞ് 21ാമത്തെ ദിവസം ഞാൻ റേഡിയേഷന് വേണ്ടി കടന്നു പോയിട്ട് വരുമ്പോൾ 21ാമത്തെ റേഡിയേഷന്റെ അന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാൻ തൊക്കെ ഇടയായി തീർന്നത്.
ഞാനപ്പോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒന്ന് കഴിക്കാനോ ഒന്ന് എണ്ണീറ്റിരിക്കാനോ ഒരാളുടെ സഹായമില്ലാതെ പറ്റത്തില്ല. അപ്പൊ ഞാൻ കർത്താവിന്റെ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എനിക്ക് ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുവാൻ തൊക്കണം പറയുവാൻ തൊക്കണം ഇവിടെയായി തീർന്നു. അപ്പോഴും ഈ ഡ്രെയിനേജ് ട്യൂബ് ഇട്ട ഭാഗത്തുകൂടി ഒരു വിരലിട്ടാൽ എങ്ങനെ അകത്ത് കയറും, അതുപോലെ വെള്ളവും പഴുപ്പും ചലവും ദുർഗന്ധം വമിക്കുക. അതിനകത്തൊരു മരുന്ന് പോലും വെക്കാൻ പറ്റത്തില്ല. ഈ ഫാനിന്റെ കാറ്റ് കൊണ്ട് വേണം ഈ മുറിവെല്ലാം ഉണങ്ങുവാൻ വേണ്ടി. അപ്പോൾ ഈ റേഡിയേഷന്റെ ചൂടുകൊണ്ടാണ് ഇത് പൊട്ടുവാതൊക്കെ ഇവിടെയായി തീർന്നത്. ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരു ചെറിയൊരു മയക്കം പോലെ, ഞാൻ ഉറങ്ങാതെ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അവരെല്ലാം ഞാനൊന്ന് ഉറങ്ങാൻ വേണ്ടി അവർ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുകയോ ഉപസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴിങ്ങനെ ഒരു ചെറിയൊരു മയക്കത്തിൽ വന്നപ്പോൾ ഒരു ദർശനം കാണുകയാണ്. ഞാനൊരു ലേഡീസ് മീറ്റിങ്ങിന് പോകുന്നു. എന്നാൽ അവിടെ പോകാൻ വേണ്ടി ഒരു വാഹനം വന്ന് എന്നെ നിർത്തുന്നു. അതിനകത്ത് എന്നെ അറിയാവുന്ന ഒരു സിസ്റ്റർ, ഒരു കർത്താവിന്റെ ദാസി, എന്നെ ആ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ദിവദാസിമാരും ഒക്കെ അവിടെ ഇവിടെയായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നാൽ ആ വാഹനത്തിൽ ഞാൻ കയറാതെ വേണം എന്തോ ഒരു വ്യക്തിയാണോ ഒരു ശക്തിയാണോ വന്ന് അങ്ങ് നിൽക്കുക, എന്നെ അങ്ങോട്ട് കയറ്റത്തില്ല. ഇങ്ങനെ പിടിവലി നടക്കുന്ന ആ ഒരു അവസരം. അപ്പോൾ ഒരു അശരീരി പോലെ ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുവാൻ തൊക്കെ ഇവിടെയായി തീർന്നു, ഇനി അസഹ്യപ്പെടുത്തരുതെന്ന്. അന്ന് രാത്രിയിൽ ഞാൻ വീണ്ടും ദൈവത്തോട് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ദൈവസേനയില് പ്രാർത്ഥിക്കുവാനും കൈയടിച്ച് ആരാധിക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും ആത്മാവിൽ എനിക്ക് വാവുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനൊക്കെ ഇടയായി. കർത്താവ് വന്ന് എനിക്കൊരു ബലം തരുവാന്നൊക്കെ ഇടയായി തീർന്നു. അപ്പോഴും ഈ വേദന കൊണ്ടും ഈ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലും ഞാൻ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഇനി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പുഴുവെല്ലാം വരുവോ, ഇങ്ങനെ വല്ലാത്തൊരു നാറ്റം വെച്ച അവസ്ഥയാണല്ലോ, മറ്റുള്ളവരോട് ഞാൻ എന്ത് പറയും, ഞാൻ ഈ പെട്ടകം എടുത്തിട്ട് അവർ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തീരുവെന്നൊക്കെ ചിന്തിച്ച് ദിനരാത്രങ്ങൾ ഉറക്കമില്ലാതെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. രാത്രി 12:30 മണി ആയപ്പോൾ വീണ്ടും ഒരു ചെറിയ മയക്കം തന്നിട്ട് ദൈവാത്മാവ് എനിക്കൊരു ദർശനം തരിക, ഞാൻ നിന്നെ ഉണങ്ങിയ നിലത്തുകൂടി നടത്തുമെന്ന്. അന്ന് രാത്രിയിൽ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തിയതുപോലെ ചെങ്കൽപ്പാത ഒരുക്കി അവർക്ക് വേണ്ടി ഉണങ്ങിയ നിലത്തെ ഒരുക്കി കൊടുത്തതുപോലെ അന്ന് രാത്രിയിൽ ഒരു ഉണങ്ങിയ നിലത്തുകൂടി നടത്തുമെന്ന് എന്നെ കാണിക്കുകയും ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തൊക്കെ ഇവിടെയായി തീർന്നു. അന്ന് എൻ്റെ മുറിവ് ഉണങ്ങിയതാ. അതിൽ നിന്ന് പിന്നെ ഒരു വെള്ളമോ ഒരു ജലമോ ഒന്നും എടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, എന്റെ മിടുക്കല്ല, എന്റെ പുണ്യപ്രവൃത്തിയല്ല, എന്റെ ദൈവമക്കളുടെ, എന്റെ സഹോദരങ്ങളുടെ, മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമാണ്. ആ രാത്രിയിലും കർത്താവിന്റെ കാര്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ തൊക്കണം സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി. അങ്ങനെ 30 റേഡിയേഷനും കഴിഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുവാൻ കർത്താവ് എനിക്ക് ബലം തന്നു. എന്റെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്. വർണ്ണവാശങ്ങൾ ചുറ്റിയാലും പാതാള വേദനകൾ പിടിച്ചാലും കഷ്ടവും സങ്കടവും അനുഭവിച്ചാലും ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് വീണ്ടും എനിക്ക് സാക്ഷി പറയുവാൻ സ്വർഗത്തിൽ ദൈവം സാവകാശം ഒരുക്കി. അങ്ങനെ 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഡോക്ടർക്കൊക്കെ അതിശയമായി, ഈ മുറിവ് എങ്ങനെ ഇത്രയും പെട്ടെന്ന് ഉണങ്ങിയെന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് തന്നെ എന്റെ സാക്ഷ്യം പറയുവാൻ അതൊക്കെ ഇവിടെയായി തീർന്നു. എന്റെ കർത്താവിനെ തൊട്ടതാ, എന്റെ കർത്താവിനെ വിടിവിച്ചതാണെന്നുള്ള സാക്ഷ്യം ആ ഡോക്ടേഴ്സിന്റെ മുമ്പാകെ വിൽവേഴ്സില് വീണ്ടും കടന്നുപോയി പറയുവാനും, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പരുമല ഹോസ്പിറ്റലിൽ ചെന്ന് ക്യാൻസർ വാർഡിൽ ചെന്ന് അവരോടൊക്കെ എന്റെ അനുഭവത്തെ കുറിച്ച് പറയുവാനൊക്കെ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി. എന്നാൽ വർഷത്തിൽ വീണ്ടും ഏപ്രിൽ മാസത്തിലേക്ക് ചെക്കപ്പിന് വേണ്ടി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അപ്പോഴും ഈ മുറിവ് ഉണങ്ങാത്തത് കൊണ്ട് വീണ്ടും അവർ മാമോഗ്രാമും അല്ലാതുള്ള ചെക്കപ്പുകളൊക്കെ നടത്തുമ്പോൾ അസഹ്യമായ വേദനയൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവ് അവിടെയൊക്കെ ബലം തന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ക്യാൻസറിന്റെ ഒരു കോശങ്ങൾ പോലും ഇല്ലെന്ന് പറയുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഇന്ന് 7 വർഷമായി എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവം എന്ന് ഒരിക്കൽ കൂടി എനിക്ക് പറയുവാനും, ഇന്ന് കർത്താവ് അയക്കുന്നിടത്തൊക്കെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് പരസ്യയോഗത്തിനും മീറ്റിങ്ങുകൾക്കൊക്കെ കടന്നു പോകുവാൻ വലിയനാ ദൈവം ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി. എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നെന്ന് ഒരു പ്രാവശ്യം കൂടെ എന്റെ കേൾവിക്കാരോട് പറയുവാൻ തൊക്കണം എനിക്ക് ഇടയായി തീരും. പ്രതീക്ഷിക്കാത്തടത്തു നിന്ന് പോലും ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ തകർന്നു പോകേണ്ട അനേക സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കർത്താവിനെ ബലപ്പെടുത്തി. ഞാൻ നിന്നതല്ല, കർത്താവിന്റെ ദയയും കരുണയും വിശ്വസ്തതയും അവന്റെ ദയയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ തൊക്കെ ഇടയായി തീർന്നത്. എന്നാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ആവശ്യങ്ങൾ ഇതിന്റെ
പിന്നിലുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെയെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാൽ ഒരു മനുഷ്യരോട് പോലും പറയാതെ വേണം കർത്താവ് എല്ലാ കാര്യങ്ങളും അതത് സമയത്ത് വേണ്ടുന്നത് ഹല്ലേലൂയ ഏലിയാവിന് കാക്കി അയച്ച് ഹല്ലേലൂയ ഭക്ഷണം കൊടുത്തതുപോലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വസ്തനായി കൂടെ ഇരിക്കുവാൻ തൊക്കണം ഇടയായി തീർന്നു. ആ നല്ല നാഥന്റെ പാത പിൻപറ്റി ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ക്ഷേമമായിട്ട് ഏത് വിഷയങ്ങൾ കടന്നു വന്നാലും മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം അതിന് മറുപടി തരുന്നു. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, മോശയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ നിന്നവരുടെ നടുവില് മോശയെ ദൈവം ഹല്ലേലൂയ വളർത്തിയത് ഒരു കൊട്ടാരത്തിലാ. അതുപോലെ തന്നെ എന്ത് പ്രയാസങ്ങൾ കടന്നു വരട്ടെ, എന്ത് പ്രയാസങ്ങൾ കടന്നു വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. അവൻ ഒരിക്കലും കൈവിട്ടിട്ട് പോത്തില്ല. അതിന്റെ ജീവിതാനുഭവത്തിൽ കൂടിയ ഒത്തിരി അനുഭവങ്ങൾ കൂടിയ ഈ കർത്താവിന്റെ വേലയില് ഞങ്ങളെ അല്ലെങ്കിൽ ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ നടത്തിയത്, ഓരോ പാഠങ്ങൾ തന്ന ദൈവം ഞങ്ങളെ പഠിപ്പിച്ച് 98 മുതൽ ഇതുവരെ ദൈവം ഞങ്ങളെ നടത്തി. അവൻ ആർക്കും കടക്കാരനല്ല. തലമുറയുടെ നന്മ കാണുവാനൊക്കെ ദൈവം എന്റെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി. ഞാൻ ഭാരപ്പെട്ട് കർത്താവെ എന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം ഒന്നും എനിക്ക് കാണാൻ കഴിവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച നാളുകളുണ്ട്. എന്നാൽ എന്റെ കുഞ്ഞിന്റെ വിവാഹ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിട്ട് കാണുവാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിലെ സാവകാശം ഒരുക്കി കർത്താവ് നടത്തുന്നു. ആ ദൈവം എന്നും മാറാത്തവനാ. അവൻ മറയ്ക്കുന്ന ദൈവമാ. അവന് കൈവിട്ടിട്ട് പോത്തില്ല. അവൻ ഇന്ന് ശക്തനാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതെങ്കിലും പ്രയാസങ്ങൾ കൂടിയോ കടഭാരങ്ങൾ കൂടിയോ തലമുറയോ ചൊല്ലിയോ എന്തിനെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ അവൻ ആർക്കും കടക്കാരനല്ല. അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ ആരെ വഴിയിട്ടേച്ചു പോവില്ല. അവൻ നമ്മളുടെ കണ്ണീരൊപ്പുന്ന ദൈവമാ. അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരു പരിധിയുണ്ട്. എന്നാൽ പരിധി കൂടാത്ത നല്ല ദൈവത്തിന്റെ സന്നിധിയില് നിങ്ങൾ കടന്നു ചെല്ലുന്നു എങ്കിൽ അവൻ നിങ്ങളെ വിടുവിക്കും. ആ ദൈവത്തിൽ ആശ്രയിക്കുക. കടഭാരമാണോ? അവന്റെ പക്കൽ ഒന്നിനും കുറവില്ല. ആ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവശക്തനാ. തലമുറയോർത്താണോ ഭാരപ്പെടുന്നത്? തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഭാവിക്ക് വേണ്ടി കരയുകയാണോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി ആ ഭാവിയുടെ വിഷയത്തിമേ അത്ഭുതം ചെയ്യും. കഴിഞ്ഞ നാളുകളില് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത്, പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് കർത്താവ് ഞങ്ങൾക്ക് മറുപടി തന്നതാ. ഇന്നും അതുകൊണ്ട് ജയത്തോട് ദൈവം ഞങ്ങളെ നടത്തുന്നു. ഈ പെട്ടകം എടുത്തവരെ ആരും കൈവിട്ടിട്ടില്ല. വിശ്വസ്തയോട് പരമാർത്ഥതയോടുകൂടെ തന്നെ ഈ പെട്ടകം ചുമന്നതിന്റെ ഒരു നന്മ, ആ ഒരു വിടുതല കർത്താവിന്റെ ജീവിതത്തില് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നത് എന്റെ മിടുക്കല്ല, ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഫലം ഒന്ന് മാത്രമാണ്. എനിക്ക് ഒന്ന് പറയുവാനുള്ളൂ. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. എന്റെ കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെ എന്നെ നോക്കുവാൻ നോക്കണം ഇവിടെയായി തീർന്നത്. ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പറയുന്നത് പോലെ എനിക്ക് പൂർണ്ണമായിട്ട് പറയുവാൻ തൊക്കണം കഴിയും. എന്റെ ഭർത്താവ് യഹോവ ഭക്തനാണെന്ന്. ദൈവസന്നിധിയില് ഏത് നിമിഷവും മുഴങ്കാലും അടക്കി എന്നേക്കാൾ കൂടുതൽ ഏത് വിഷയം കടന്നു വന്നാലും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനായ ഒരു മനുഷ്യനെ തന്നെ ദൈവം എനിക്കും കൂട്ടിച്ചേർക്കുവാൻ തൊക്കണം ഇവിടെയായി തീർന്നത്. ആ കർത്താവിന്റെ കരുതല്, ആ കർത്താവിന്റെ സ്നേഹം നിങ്ങളോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. ഏത് വിഷയങ്ങൾ കടന്നു വരട്ടെ, അവന്റെ പാദപിടുത്തങ്ങളിലേക്ക് അല്പസമയം ഒന്ന് കടന്നു ചെല്ലാമെങ്കിൽ ദൈവം നമുക്ക് മറുപടി തരാൻ ശക്തനാണ്. ഒന്നുകൊണ്ട് ഭാരപ്പെടരുത്, ഒന്നുകൊണ്ടും പതറിപ്പോകരുത്. ഒരു ഹന്ന ആലയത്തിലേക്ക് കടന്നു ചെന്നത് അവളുടെ വേദനയുടെ ആഴം ആർക്കും മനസ്സിലായില്ല. ഏലി പുരോഹിതന് പോലും മനസ്സിലായില്ല. എന്നാൽ അവൾ വീഞ്ഞു കുടിച്ചിരിക്കുന്നു പറഞ്ഞു. എന്നാൽ അവളെ അറിഞ്ഞൊരു സ്വർഗം അവളുടെ മുഖം വാടാതെ വേണം അവൾക്ക് വേണ്ടി ഒരു ശമൂവേൽ ബാലനെ കൊടുക്കുവാൻ തൊക്കണം ഇടിയായി തീർന്നു. അവള് ദൈവാലയത്തിൽ കടന്നു വന്നിട്ട് ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ഈ ശമൂവേൽ ബാലനായിട്ടാ കരഞ്ഞതെന്ന്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളില് നിങ്ങൾ ഏത് മനോഭാരത്തുള്ള വിഷയമായിരുന്നാലും ഏത് പ്രതിസന്ധി ആയിരുന്നാലും ഇതെനി എന്നെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊണ്ട് താങ്ങുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നടുവില് നിങ്ങൾ ദൈവസന്നിധിയിലേക്കൊന്ന് കടന്നു ചെന്ന് അല്പസമയം അപ്പാ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഒന്ന് പറയുന്നുവെങ്കിൽ, അറിയാവുന്ന ഭാഷയിൽ ദൈവത്തോടൊന്ന് നിലവിളിക്കുന്നു എങ്കിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. ആ കരുതുന്ന ദൈവത്തെ കുറിച്ചാണ് ഞങ്ങളും പ്രസംഗിക്കുന്നത്, ഞങ്ങളും പറയുന്നത്. ഞങ്ങളുടെ ജീവിതാനുഭവമാ. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷന് വേണ്ടി കടന്നുപോയി, റേഡിയേഷൻ 30 എടുത്തു. എങ്ങനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പോലും ഞങ്ങൾക്കറിയില്ല. കർത്താവ് വിശ്വസ്തനായിരുന്നു. കർത്താവിനെ അറിഞ്ഞവരെ ആരെയും അവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. അവനോട് അടുത്തിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മളോടും അടുത്തു വരുന്ന ദൈവമാണ്. ഈ അരോമ ടിവിയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ഈ സാക്ഷ്യങ്ങള് ക്യാൻസർ രോഗത്താൽ ആരെങ്കിലും
ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ക്യാൻസറിന്റെ വേദന ഞാൻ അനുഭവിച്ചതായതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം. അതിന്റെ ഓരോ ആഴവും ഓരോ നരമ്പിൽ കൂടിയുള്ള വേദനകളും എനിക്ക് നല്ലവണ്ണം അറിയാം. ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, എന്ന് ഞാൻ പ്രാർത്ഥിക്കും, ആർക്കും ഈ രോഗം കൊടുക്കരുത്, ഈ റേഡിയേഷൻ ചെയ്യുവാൻ ഇടയാകരുത്. ദൈവമക്കളെ, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. യേശുപ്പച്ചൻ വിടുവിക്കും. എന്നെ തൊട്ട ദൈവം, എന്റെ മുറിവിനെ ഉണക്കിയ ദൈവം, ഇന്ന് 7 വർഷമായി പിന്നെ ആ മുറിവിൽ നിന്നൊരു ശകലം വെള്ളമോ ഒന്നും വരുവാൻ ഇടയാകാതെ വേണം കർത്താവ് എന്നെ പരിപാലിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിടുവിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞാൻ വീണ്ടും വാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വരിക കർത്താവേ. ഈ അരോമ ടിവിയിലൂടെ ഹല്ലേലൂയ ഞങ്ങളെ ശ്രമിച്ച പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേക ഹല്ലേലൂയ അപ്പൻ്റെതായ സാന്നിധ്യം എന്റെ കുഞ്ഞുങ്ങളോടൊക്കെ കൂടെ ഇരിക്കണമേ. ആരെങ്കിലും മനോഭാരത്തോടെ, രോഗങ്ങളോടോ ദുഃഖങ്ങളോടോ കൂടെ ആയിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ അവരെ സൗഖ്യമാക്കണമേ. അവരുടെ മുറിവുകളെ കെട്ടുമറകയെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പന്റെ അടുക്കൽ വന്നവരെ ആരും വെറുകയോടെ പോയില്ലല്ലോ കർത്താവേ. സൗഖ്യമാക്കുന്നവന്റെ കരം വീണ്ടും അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിൽ ഇവൻ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയൽ വാസ്തയും കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. ഈ സാക്ഷ്യങ്ങളൊക്കെ ഹല്ലേലൂയ തന്റെ ദാസന്റെ ജീവിതത്തില് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, മറ്റുള്ളവരിലേക്ക് അത് പകർത്തുമ്പോൾ മറ്റുള്ളവർ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗമിടയാക്കുന്നതിനായി സ്തോത്രം. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു പ്രിയ എബീബ് സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം ചെയ്ത അത്ഭുതകരമായ വിടുതലുകളെ കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവുകയില്ല. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ അതിൻ്റെയൊക്കെ നടുവില് ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയും തികച്ചും വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുള്ള അനുഭവങ്ങൾ അത് വ്യത്യസ്തമാണ്. സ്തോത്രം. എന്നാൽ പിശാചിന് ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. അവൻ അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും ഇല്ലായ്മ ചെല്ലുവാനും കൊല്ലുവാനും പല രോഗങ്ങള്, പലവിധമായ പാപവഴികള്, നാശത്തിന്റെ വഴികൾ, പ്രവൃത്തികളൊക്കെ ചെയ്ത് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് പിശാച് ശ്രമിക്കുന്നത്. എന്നാൽ കർത്താവ് ഇതിന്റെ എല്ലാം നടുവിൽ, ഏതവസ്ഥയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ആ വ്യക്തിയെ അവിടെ നിന്ന് രക്ഷിക്കുക. കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ആ ആണിപ്പഴുതേറ്റ കരം നമ്മളെ തൊടുക, നമ്മളെ സൗഖ്യമാക്കുക, നമ്മെ ചേർത്ത് നിർത്തുക, കരം പിടിച്ച് നമ്മളെ വഴി നടത്തുക, മരണത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക. അതാണ് ഇപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാൻ കഴിയുന്നത്. യേശു നമ്മളെ രക്ഷിച്ചു, യേശു നമ്മെ സൗഖ്യമാക്കി, യേശു നമ്മളെ വിടുവിച്ചു, യേശു ഇന്നും നമ്മെ ജീവനോടെ നിർത്തിയിരിക്കുന്നു. ആ ക്രൂസിലെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. പ്രിയ എബി സിസ്റ്റർ നല്ല ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ നമ്മുടെ കർത്താവും നല്ല ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതം നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മുടെ യൗവനകാലത്ത് തന്നെ നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ ആമേൻ അത്രയേറെ ക്രിസ്തുവിന്റെ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ ആമേൻ ഇടയായിത്തീരും. കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തില് ആ യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ ആമേൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇടയായി തീർന്നത് കൊണ്ട് ഏറെ നാൾ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ ജീവിച്ചിരുന്ന് അനേകരോട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് പിന്നെയും കൃപ തരട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും ബലവും ഏറെ അവസരങ്ങളും ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തില് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെയും കുഞ്ഞുങ്ങളെയും
അവരുടെ കുടുംബത്തെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിക്കുന്ന മണ്ഡലങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ കർത്താവ് വിശാലതയും മറുപടിയും തന്ന് ആദരിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുക. കാൻസർ രോഗത്തിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ അനുഭവിച്ച പ്രിയ എബിസസിന്റെ സാക്ഷ്യമാണ് നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച കർത്താവിന്റെ വേലയ്ക്കിറങ്ങി തിരിച്ച ഈ ദൈവദാസി താൻ കടന്നുപോയതായ ജീവിതത്തിലെ അതിവേദന നിറഞ്ഞതായ ചില അനുഭവങ്ങളെ കുറിച്ച് നമ്മോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തോന്നുന്നു. പ്രേക്ഷകരെ, ഒരുപക്ഷെങ്കിൽ നിങ്ങളിലും ചില പ്രിയപ്പെട്ടവരെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. ഏത് സാഹചര്യത്തിലായിരുന്നാലും നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ, നമുക്ക് അടുത്ത് ചെല്ലുവാൻ, നമുക്ക് ആശ്രയിക്കുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വാത്സല്യ സഹോദരിയെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെയും സൗഖ്യമാക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങളെയും തൊടുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഒരുപക്ഷങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, വൈകിപ്പോയി, കഴിഞ്ഞുപോയി, പഴകിപ്പോയി. ഇല്ല സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന് ഇന്നലെയും ഇന്നും നാളെയും ഒരേപോലെയുള്ളൂ. നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും ഒരേ ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സമയം എന്നുള്ളത് മനുഷ്യന് മാത്രമാണ്. നമ്മുടെ ദൈവത്തിന് ഇന്നലെയും ഇന്നും നാളെയും ഒരുപോലെയാണ്. കർത്താവിന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. മാർത്തയോടും മറിയോടും കർത്താവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ഇപ്പോൾ നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ആ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിച്ചു വരുമെന്ന്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് അങ്ങനെയാണ്, ഒടുക്കത്തെ നാളിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. അതെ, ആ ഒടുക്കത്തെ നാളിൽ സംഭവിക്കേണ്ട സംഭവം ഇപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. വാത്സല്യ സഹോദര സഹോദരി, മാതാവേ, പിതാവേ, നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസം ഏറ്റുപറയുക. കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. തൊടുന്ന മാത്രയിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊട്ടപ്പോൾ തന്നെ ശക്തി പുറപ്പെട്ടു. പലവിധമായ എക്സ്ക്യൂസുകൾ പലർക്കും പറയാനുണ്ടാവാം. പക്ഷെ വിശ്വാസത്തോടുകൂടി തൊട്ടാൽ, ആമേൻ, 4 നാൾ കഴിഞ്ഞ കല്ലറയിൽ വയ്ക്കപ്പെട്ട ലാസർ വിശ്വാസത്തോടുകൂടി സഹോദരിമാർ ഏറ്റുപറഞ്ഞപ്പോൾ അവര് ആമേന് അവരുടെ സഹോദരനെ ജീവനുള്ളവനായി കണ്ണിൽ കാണുവാൻ കഴിഞ്ഞതുപോലെ ഡോക്ടർമാർ പറയുന്നു, വൈദ്യശാസ്ത്രം പറയുന്നു, ഇനി കേവലം 3 മാസമേ ഉള്ളൂ, 6 മാസമേ ഉള്ളൂ, കൂടി വന്നാൽ 1 വർഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അത്ഭുതങ്ങളിലൂടെ ഇന്ന് എത്രയോ വർഷങ്ങൾ ആമെ സൗഖ്യം അനുഭവിച്ച് ജീവിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ അരോമ ടിവിയിലൂടെ നിങ്ങൾ ഇതിനോടകം കേട്ടിട്ടുണ്ടല്ലോ. അതെ, പ്രിയ എബിസസിന്റെ ജീവിതത്തിലും 7 വർഷങ്ങൾക്ക് മുന്നമേ കർത്താവ് ചെയ്ത അത്ഭുതകരമായ വിടുതൽ ഇന്നും ആമെ സജീവമായി നിൽക്കുന്നു. ആ സാക്ഷ്യം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കർത്താവ് അത്ഭുതകരമായി പ്രവർത്തിക്കുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. യേശു നിങ്ങളെ തൊടുന്നു, ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാട്സപ്പിൽ മാത്രം ഞങ്ങളെ ബന്ധപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു.
ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.